അരികിലൂടെ ഒന്ന് പെട്ടെന്ന് നടക്കേണ്ട ദേവാ. വെയിലിന്റെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന് വേഗം വാ. അമ്മേ, അമ്മേ, പോകലമ്മേ. എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരാമോ? ദാഹിച്ചിട്ട് വയ്യ അമ്മേ. അമ്മ പറഞ്ഞതല്ലേ വാങ്ങാമെന്ന്. ഇവിടെ ഒരു ഐസ്ക്രീമിന്റെ കട ഞാൻ കണ്ടതാണല്ലോ. ഇത് തന്നെ. ഇവിടെ എനിക്ക് വാങ്ങിയാ മതി. ഇവിടെ മതി എനിക്ക്. എനിക്കിത് ഇതിനും കൂടി 20 രൂപയാകും. രണ്ടും കൂടെ വേണ്ട, ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പാക്ക് ചെയ്തോളൂ. ആ ചോക്കോബാർ ആയിക്കോട്ടെ. രണ്ടും വേണമെന്നാണല്ലോ മോള് പറഞ്ഞത്. മോൾ അങ്ങനെയൊക്കെ പറയൂ. നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം കൊടുത്തോ. എന്റെ അടുത്ത് ഒന്നിനുള്ള പൈസയേ ഉള്ളൂ. ചേച്ചി എന്താ ഇങ്ങനെ പെട്ടെന്ന് ചൂടാകുന്നേ? ആരോടെയുള്ള ദേഷ്യം എന്നോട് തീർക്കുന്ന പോലെ? ഒന്നുമില്ല, ഈ വെയിലിന്റെയാ. ചേട്ടാ പെട്ടെന്ന് സാധനം എങ്ങെടുക്ക്. പെട്ടെന്ന് വീട്ടിലെത്താനുള്ളതാ. വീട്ടിൽ ചെറിയൊരു കൊച്ചുള്ളതാണേ. അമ്മ, എന്നാ എനിക്ക് ഇഷ്ടമുള്ള വേണോ? ദാഹിച്ചിട്ട് വയ്യ അമ്മ. അമ്മ എന്തായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട്? എനിക്ക് വേണം, പച്ചക്കപ്പിയിലെ വെള്ളം വേണം. എന്നമ്മ, ഞാനൊരു വെള്ളം എടുത്ത് കുടിക്കട്ടെ? നമ്മള് വെയില് കൊണ്ട് ദാഹിച്ചു വന്നതല്ലേ അമ്മ. ചേച്ചി, കൊച്ചു ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. കൊച്ചിനൊരു കുപ്പി വെള്ളം വാങ്ങിക്കൊടുക്ക് ചേച്ചി. പാവമല്ലേ? പാവമാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ സങ്കടമാണെങ്കിൽ ഒരു കുപ്പി വെള്ളം കൊച്ചിന് കൊടുക്ക് ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ സിമ്പതി കാണിക്കാതെ. അമ്മേ, അമ്മേ, ദേവാ, ഐസും ചോക്കോബാറും ഇരിക്കട്ടെ അമ്മേ. അമ്മയ്ക്ക് ദാഹിക്കുന്നതിന് ഒരു കുപ്പി വെള്ളം വാങ്ങിക്കോ. എല്ലാം റെഡിയല്ലേ അമ്മേ? എനിക്ക് അതിന് മാത്രം ക്ഷീണമൊന്നുമില്ല ദേവാ. നീ ഒരു ഐസ് വാങ്ങിക്കഴിക്കും പെട്ടെന്ന്. എന്നിട്ട് നീ ഒന്ന് വായ അടച്ചു വെക്കേ. എന്റെ പൊന്നു ചേച്ചി, ആ കുട്ടി പറയുന്നൊന്ന് വാങ്ങിക്കൊടുക്ക് ചേച്ചി. അതിന്റെ പേര് കൊണ്ട് ക്ഷീണത്താലാ തോന്നുന്നു ഇതൊക്കെ പറയുന്നേ. എനിക്ക് വെയില് കണ്ടിട്ട് ഭയങ്കര ക്ഷീണമുണ്ട്. തല കറങ്ങുന്ന പോലെ തോന്നുന്നമ്മേ. ഞാൻ എടുക്കട്ടെ? കുട്ടികളുടെ മുൻപിൽ നിന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അത് തന്നെയല്ലേ പറയാ. നിങ്ങൾക്ക് വല്ല എണ്ണമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് വാങ്ങിക്കൊടുക്കേ.